ഹലോ, ഗുഡ് മോർണിംഗ്. കുറെ കാലമായിട്ട് UKGയിലെ കൂട്ടുകാരെല്ലാവരും മലയാളം നമ്മുടെ പൂമ്പാറ്റ ബിയില് ഒരുപാട് അക്ഷരങ്ങളും വാക്കുകളും ഒക്കെ പഠിച്ച് ക്ഷീണിച്ചിരിക്കുകയല്ലേ. നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം? ഒരു പാട്ട് കേൾക്കാം. എന്ത് ചെയ്യാം? ഒരു പാട്ട് കേൾക്കാം. കുഞ്ഞിനോട് എന്നുള്ള കവിതയാണ് നമ്മൾ ഇന്നിവിടെ ചൊല്ലുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? കവിത ഞാൻ ചൊല്ലിത്തരാം. മാത്രമല്ല നമുക്ക് നമ്മുടെ പുസ്തകത്തിലെ പേജ് നമ്പർ 31 പേജിലുള്ള ചിത്രത്തെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ചിത്രത്തെ കുറിച്ച് സംസാരിച്ചാലോ. ആ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? നോക്കൂ, അതൊരു കടലല്ലേ? ആണ്, കടലാണ്. കടലിനടുത്തായി എന്തൊക്കെ കാണാം? കടലിലെ വെള്ളം കാണുന്നുണ്ട്. കടലിലെ വെള്ളത്തിൽ മുകളിലുള്ള സൂര്യന്റെ വെളിച്ചം അടിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് അതിന്റെ വെളുത്ത നിറവും മറ്റൊരു ഭാഗത്ത് ചുവന്ന നിറവും മഞ്ഞ നിറവും എല്ലാം കാണാം. കടലിന്റെ നീല നിറം കാണുന്നുണ്ട്. ആ തിര വന്ന് മുകളിലോട്ട് എത്തുമ്പോൾ മണലിന്റെ തിട്ടിലായി എന്ത് കാണുന്നുണ്ട്? കടൽ തിരകൾ വന്നതിന്റെ പത കാണാം വെളുത്ത നിറത്തിൽ. പിന്നെ എന്ത് കാണാം? നക്ഷത്ര മത്സ്യം പോലെ എന്തോ ഒന്ന് കരയിലുണ്ട്. മണല് കാണാം. അമ്മയുണ്ട്. അമ്മയുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ട്. ആരുടെ അമ്മയാണത്? നമുക്കറിയില്ല. ആരുടെയോ അമ്മ. ആ കുഞ്ഞിന്റെ അമ്മയാണ് എന്തായാലും. ആ കുഞ്ഞിനെയും എടുത്ത് അമ്മ കടല് നോക്കുന്നു. കടലിൽ എന്ത് കാണാം? മറ്റൊരു കപ്പല് കാണാം. കപ്പൽ ഒന്നാണോ ഉള്ളത്? അല്ല, രണ്ടെണ്ണം. ഒന്ന് അടുത്തുണ്ട്, ഒന്ന് വളരെ ദൂരെയുണ്ട്. പിന്നെ മുകളിൽ സൂര്യനെ കാണുന്നുണ്ട്, സൂര്യപ്രകാശം കാണുന്നുണ്ട്. ആകാശത്ത് സൂര്യൻ അസ്തമിക്കാറായത് കൊണ്ടുള്ള വർണ്ണങ്ങൾ കാണുന്നുണ്ട്. അത് അസ്തമയമാണോ ഉദയമാണോ എന്ന് വ്യക്തമായി അറിയുന്നില്ല. ഒരു പക്ഷെ ഉദയമായിരിക്കാം, അല്ലെങ്കിൽ അസ്തമയമായിരിക്കാം. ഉദയം എന്ന് പറഞ്ഞാൽ രാവിലെ ഉദിച്ചു വരുമ്പോൾ, അസ്തമയം എന്ന് പറഞ്ഞാൽ താഴോട്ട് ഇറങ്ങിപ്പോകുന്ന വൈകുന്നേരം, സായാഹ്നം. ഇനി കുഞ്ഞിനോടുന്ന കവിത ചൊല്ലിയാലോ. സമയം എത്രയായി? വൈകുന്നേരമായി. സമയം എത്രയായി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉത്തരമായി എന്ത് പറയുകയാണ്? സമയം വൈകുന്നേരമായിട്ടുണ്ട്. രാത്രി എപ്പോൾ ആകും? രാത്രി എപ്പോൾ ആകും? രാത്രി എപ്പോഴാണ് ആവുക? രാത്രി ആവുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ചന്ദ്രൻ വന്നാൽ ആകും. ചന്ദ്രൻ വന്നാൽ ആകും. രാത്രി ആവുന്നത് ചന്ദ്രൻ വരുമ്പോഴാണ്. നേരമേറെയായി യാത്രയായി സൂര്യൻ. നേരം ഒരുപാടായതുകൊണ്ട് തന്നെ സൂര്യൻ എന്ത് ചെയ്തു? യാത്രയായി. സൂര്യൻ യാത്ര പറഞ്ഞു പോയി. കടലിറമ്പിൽ നിന്നും തോണിയേറിപ്പോയി. കടലിറമ്പിൽ നിന്ന് തോണിയേറിപ്പോയി. കടലിറമ്പിൽ നിന്നിട്ട് അതെന്ത് ചെയ്യുകയാണ്? അത് പതിയെ താഴ്ന്നു വന്ന് കടലിറമ്പിൽ എത്തിയപ്പോ അവിടെ നിന്നും തോണിയിൽ കയറി അത് പോയി എന്നാണ് പറയുന്നത്. വരിക എന്റെ കുഞ്ഞെ, നേരമായി ഉറങ്ങാൻ. വരിക കുട്ടി, നീ ഇങ്ങോട്ട് വരൂ. എന്ത് ചെയ്യണം? മോനെ, നീ ഇങ്ങ് വാ, നമുക്ക് ഉറങ്ങാൻ സമയമായി. കഥ പറഞ്ഞു നിന്നെ തഴുകി ഞാൻ ഉറക്കാം. കഥകൾ നിനക്ക് ഞാൻ ഒരുപാട് പറഞ്ഞു തരാം. അങ്ങനെ കഥയും പറഞ്ഞ് തഴുകി ഞാൻ നിന്നെ ഉറക്കാം എന്നാര് പറയുകയാണ്? അമ്മ പറയുകയാണ്. അമ്മയും മോനും കൂടെ സംസാരിച്ചതാണ് നമ്മൾ ഇത്ര നേരം കേട്ടത്. നിങ്ങളുടെ അമ്മ നിങ്ങളോട് ഇതുപോലെ സംസാരിക്കാറുണ്ടോ? ഉണ്ടോ? കഥകൾ പറഞ്ഞു തരാറുണ്ടോ? ഉണ്ടല്ലേ. അതുപോലെ ഈ കുഞ്ഞിന്റെ അമ്മയും എന്ത് ചെയ്യുന്നുണ്ട്? ഈ കുഞ്ഞിനെ കഥകൾ പറഞ്ഞു കൊടുത്ത് തഴുകിയാണ് ഉറക്കാറുള്ളത്. നിങ്ങളും എന്ത് ചെയ്യണം? നിങ്ങളുടെ അമ്മയിൽ നിന്ന് കേൾക്കാൻ കഴിയുന്ന അത്രയും കഥകൾ കേട്ട് വേണം ഉറങ്ങാൻ. സമയമുള്ളപ്പോഴൊക്കെ അമ്മയോട് കഥകൾ പറഞ്ഞു തരാൻ പറയണം. നമുക്കിനി ഒന്നുകൂടെ ഈ കവിത പാടാം. നിങ്ങൾ കൂടെ പാടണം. സമയം എത്രയായി? വൈകുന്നേരമായി. പാടൂ. സമയം എത്രയായി? വൈകുന്നേരമായി. രാത്രി എപ്പോഴാകും? ചന്ദ്രൻ വന്നാലാകും. രാത്രി എപ്പോഴാകും? ചന്ദ്രൻ വന്നാലാകും. നേരമേറെയായി യാത്രയായി സൂര്യൻ. നേരമേറെയായി യാത്രയായി സൂര്യൻ. കടലിറമ്പിൽ നിന്നും തോണിയേറിപ്പോയി. കടലിറമ്പിൽ നിന്നും തോണിയേറിപ്പോയി. വരിക എന്റെ കുഞ്ഞെ, നേരമായി ഉറങ്ങാൻ. വരിക എന്റെ കുഞ്ഞെ, നേരമായി ഉറങ്ങാൻ. കഥ പറഞ്ഞു നിന്നെ തഴുകി ഞാൻ ഉറക്കാം. കഥ പറഞ്ഞു നിന്നെ തഴുകി ഞാൻ ഉറക്കാം. നല്ല കവിത അല്ലെ? എല്ലാവർക്കും കവിത ഇഷ്ടമായില്ലേ? ഇഷ്ടമായെങ്കിൽ ഈ കവിത കേട്ട് പഠിക്കുക, അതിനുശേഷം ചൊല്ലി പഠിക്കുക, എല്ലാവർക്കും ചൊല്ലിക്കൊടുക്കുക. ശരി.